മൂന്ന് ദിവസം കൊണ്ട് ഇൻഷാ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കടങ്ങൾ മുഴുവനും വീടിക്കിട്ടാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷാ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഉസ്താദേ ദുആ ചെയ്യണേ, കടമാണ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ, കടമാണ്, ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ല ഉസ്താദേ, എന്തെങ്കിലും ഒന്ന് നല്ലൊരു കാര്യം പഠിപ്പിച്ചു തരണമെന്ന് പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്, അല്ലാതെ നേരിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഷാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ. വെറും 3 ദിവസം കൊണ്ട് മുഴുവൻ കടങ്ങളും വീടിക്കിട്ടും ഇൻഷാ അപ്പോൾ ഇനി 3 ദിവസം കൊണ്ട് കടം തീർന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, എന്തേ ഇത് ഫലിക്കാത്തത്? ചിന്തിക്കണം. ഇത് പറയുന്നതിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ. ഈ നിബന്ധനകളെല്ലാം കോർത്തിണക്കിയിട്ട് വേണം ഈ പറയപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ. ഇൻഷാ തീരുമാനമെടുക്കുക. 3 ദിവസം കൊണ്ട് പരിപൂർണമായി നമ്മുടെ മുഴുവൻ കടങ്ങളും വീടും. അതിനു വേണ്ടി ഇരിക്കണം പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ്. കടങ്ങൾ വീടുമെന്ന് പറഞ്ഞാൽ ആ കടം വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് എന്ത് ചെയ്തുതരും? തുറന്നു തരുന്നതാണ്. ഇൻഷാ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നും ആ നിബന്ധനകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ ചൊല്ലണം എല്ലാം വളരെ വ്യക്തമായിട്ട് ഇൻഷാ ഇന്നത്തെ ഈ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെയും കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അള്ളാഹു നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചതമ്പുരാൻ നമുക്കൊരുപാട് കടബാധ്യതകൾ തന്നിട്ടുണ്ടാകാം. ഒരുപാട് സാമ്പത്തികമായ പരാധീനതകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തന്നിട്ടുണ്ടാകാം. ഇതിൽ നിന്നും കരകയറാൻ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന സുന്ദരമായിട്ടുള്ളൊരു വഴിയുണ്ട്. വളരെ എളുപ്പമാണ്. 3 ദിവസം കൊണ്ടാണ് ഇൻഷാ നമ്മളിത് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്നതായ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ കൂടി വളരെ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളത് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഒരുപാട് പേര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഉസ്താദേ കടമാണ്, ഉസ്താദേ കടം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ ഈ കാര്യം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ ഇഖ്ലാസോടുകൂടി ചെയ്യുക പ്രിയപ്പെട്ടവർ. ഉറപ്പായിട്ടും കടങ്ങൾ വീടും. ഇനി 3 ദിവസം കൊണ്ട് വീടിയില്ല എങ്കിൽ അത് നിങ്ങളുടെ എന്തെങ്കിലും ഓതിയതിൻ്റെ പിഴവോ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ഈമാനിൻ്റെ കുറവോ വിശ്വാസത്തിൻ്റെ കുറവോ ഒക്കെ കൊണ്ടാകാം. അത് വീണ്ടും പുതുക്കിയിട്ട് വീണ്ടും 3 ദിവസം കൊണ്ട് വീണ്ടും ഓതുക. ഒരു വട്ടം പരാജയപ്പെട്ടാൽ വീണ്ടും ചെയ്യുക കേട്ടോ. ഇൻഷാ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് കടം വീടുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള വഴികൾ തുറന്നു കൊടുത്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട വഴിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ 3 കാര്യങ്ങളാണ് പറയേണ്ടത്. 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? ആ 3 കാര്യങ്ങൾ ഇൻഷാ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ദുആ ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ ദുആ ഉണ്ടല്ലോ, എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 3 ദിവസം ഉണ്ടല്ലോ, ആ 3 ദിവസത്തിലും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും 11 പ്രാവശ്യം വീതം ചൊല്ലുക. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എല്ലാ ദുഃഖങ്ങളും, എല്ലാ ടെൻഷനുകളും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അശക്തതകളിൽ നിന്നും, മടിയിൽ നിന്നും, അലസതയിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാഹ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. സകല പിശുക്കുകളിൽ നിന്നും, സകല കോപങ്ങളിൽ നിന്നും, എല്ലാ കാര്യങ്ങളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്.
വഅഊദു ബിക മിൻ ഗലബത്തിദ്ദൈനി വഖഹ്രി ദിജാൽ. ജനങ്ങളുടെ വെറുപ്പിൽ നിന്നും, ജനങ്ങൾ വെറുക്കാൻ, കടം കൊടുക്കാതിരിക്കുമ്പോൾ വെറുക്കുമല്ലോ, അതുപോലെ കടങ്ങളിൽ നിന്നും, വ്യാപകമായ കടങ്ങളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാഹ്. കൃത്യമായി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഈ ദുആ രാവിലെ 11 പ്രാവശ്യം സുബഹിക്ക് ശേഷം, അതുപോലെ രാത്രി ഇശാക്ക് ശേഷം 11 പ്രാവശ്യം. രണ്ടാമത്തെ ദുആ നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. വളരെ എളുപ്പമുള്ള ദുആയാണ്. ഇത് നമ്മുടെ പല വീഡിയോയിൽ നമ്മളിത് പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ കൃത്യമായി ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ രണ്ടാമത് നമ്മൾ ചൊല്ലേണ്ടുന്ന ദുആ എന്ന് അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. എല്ലാ നിസ്കാര ശേഷവും, അതായത് ഈ ചെയ്യുന്ന 3 ദിവസത്തിന്റെ എല്ലാ നിസ്കാര ശേഷവും 21 പ്രാവശ്യം ആത്മാർത്ഥമായ റബ്ബിനോട് പറയാം. ആത്മാർത്ഥമായ റബ്ബിനോട് പറയുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൂറത്തുൽ വാഖിഅയാണ്. എപ്പോഴാണ് ഓതേണ്ടത്? ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് സൂറത്തുൽ വാഖിഅ ഓതുമ്പോൾ വളരെ കൃത്യമായി തജ്വീദോടെ മഖ്റജുകൾക്കനുസരിച്ച് കൃത്യമായി ഓതുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബഹ് ഖാഫിളത്തുർ റാഫിഅ എന്ന് തുടങ്ങുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ വാഖിഅ. ഇനി പ്രിയപ്പെട്ടവർ, ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇത് കൃത്യമായി ചെയ്യേണ്ടുന്ന ഒരു പ്ലാൻ ഉണ്ട്. ഈ 3 ദിവസവും വളരെ കൃത്യമായി ചെയ്യേണ്ടുന്ന ഒരു പ്ലാൻ ഉണ്ട്. ഇത് നമ്മൾ ചൊല്ലുന്നതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ്, അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ ദിവസം നമ്മൾ രാവിലെ ഈ ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക തുടങ്ങുന്ന ആ ദുആ നമ്മൾ സുബഹിക്ക് ശേഷം പറഞ്ഞു. എന്നിട്ട് ഇത് 3 ദിവസം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി ചെയ്യണം? അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുകയും വേണം. ഇത് 3 ദിവസം ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഒരു വളരെ കുറഞ്ഞ എത്രയെങ്കിലും രൂപ, 100, 10, 15 നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ അത്രയും കുറച്ചെങ്കിലും സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. പാവങ്ങൾക്ക് കൊടുക്കുക, അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക. സ്വതക്ക അറിയാലോ, അല്ലാഹു തആല നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ റിസ്ക് തരുന്ന ഒരു പ്രവണതയാണ് സ്വതക്ക. അല്ലാഹു നമ്മുടെ സമ്പത്ത് ഇരട്ടിപ്പിച്ചു തരുന്ന ഒരു വലിയ അമലാണ് സ്വതക്ക. കൊടുക്കുമ്പോൾ ഒരാളോടും പറയാതെ രഹസ്യമായിട്ട് ചെയ്യുക, വലിയ കൂലിയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം, ഇത് കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കാരം, ഈ 3 ദിവസവും തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ അപ്പോൾ ഈ 3 കാര്യങ്ങളും 3 ദിവസവും ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റ് പറയപ്പെട്ട ദുആകൾ, ദിക്റുകൾ, അതുപോലെ സൂറത്തുൽ വാഖിഅ, ഇത് കൃത്യമായി 3 ദിവസം ചെയ്ത് ആത്മാർത്ഥമായി റബ്ബിനോട് ആ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ കൂടി റബ്ബിനോടൊന്ന് പറഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് വലിയ കടങ്ങളും വീട്ടി തരും. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഖൈർ തരട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ദുആ കൊണ്ട് വസീയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കട്ടെ. അവരുടെ നൊമ്പരങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ കടങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം പടച്ചു തമ്പുരാൻ നീക്കം ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.